ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വാക്ക് കൊടുത്തത് ഈ കുടുംബത്തിന് ഇക്കാലവും നന്ദിയും കടപ്പാടുമുള്ള മറ്റൊരു കുടുംബത്തിനാണ്. അവിടുത്തെ ഉപ്പും ചോറും തിന്ന ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാവരും ജീവിക്കുന്നതും അങ്ങനെ തന്നെയാ. ശരി, രാജുന് ഒരു ദിവസം പോലും എന്നെ കാണാതിരിക്കാൻ വയ്യ. പക്ഷെ എന്നെ കല്യാണം കഴിക്കാനും പറ്റില്ല. ഇതെന്താ ഇങ്ങനെ? അതാ ഞാനും പറഞ്ഞത്. രാജുവേട്ടൻ എന്തോ ഒരു കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എനിക്ക് രാജുനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല അപ്പു. രാജു എന്നെ മറന്ന ഈ ജീവിതം വരെ ഞാൻ വേണ്ടെന്ന് വെക്കും. ചേച്ചി, അപ്പു രാജുനോടൊന്ന് സംസാരിക്കേ. എന്താണ് രാജുന്റെ മനസ്സിലെന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ചേച്ചിയുടെ സങ്കടവും പറയേ. ഞാൻ വിളിക്കാം ചേച്ചി. ഹലോ, അപ്പോ രാജുവേട്ടാ, ആ പറയപ്പോ. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കാനാ ഇപ്പൊ ഞാൻ രാജുവേട്ടനെ വിളിച്ചത്. എന്താ പോ? രാജുവേട്ടന് എന്റെ ചേച്ചി ഇഷ്ടമാണോ അല്ലയോ? അതെന്താ അപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? ഋതിക മാഡത്തോട് എനിക്കെന്താ ഇഷ്ടക്കുറവ്? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. രാജുവേട്ടന് എന്റെ ഋതു ചേച്ചി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പിന്നെ എന്താ ചേച്ചി കല്യാണം കഴിക്കാൻ ഇത്ര മടി? കല്യാണം ഇഷ്ടവും രണ്ടും രണ്ടല്ലേ അപ്പോ? അല്ല, ഒന്നാ. ഇഷ്ടപ്പെടുന്നവര് തമ്മിൽ കല്യാണം കഴിക്കാറ പതിവ്. അല്ലാതെ ഇഷ്ടമാണ് പക്ഷെ കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാ. അപ്പോ ദേ, ഇവിടെ എന്റെ ചേച്ചി നിന്ന് കരയാ. ഇപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കോണം. ഇല്ലെങ്കിൽ ഞാനൊരു വരവ് അങ്ങോട്ട് വരും. അപ്പോ ഞാൻ ചേച്ചിക്ക് ഫോൺ കൊടുക്കാം. ദാ ചേച്ചി, രാജുവേട്ടനോട് സംസാരിക്കേ. ഹലോ രാജു. ഹലോ രാജു. ഹലോ രാജു. രാജു കോള് കട്ട് ചെയ്തു. ചേച്ചി, യവൻ വെടികൊണ്ട കാട്ടുപന്നിയെ പോലെയായി. ആദ്യം വെകിളി പിടിച്ചങ്ങ് ഓടി, പിന്നെ വട്ടം കറങ്ങി. ഒടിയില് ഇവിടെ വന്ന് മയങ്ങി മയങ്ങി അങ്ങ് ഇരിക്കുക. ഇനി വീണങ്ങ് പണി തീരും. മറ്റുള്ളവർക്ക് വേല വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എന്റെ നിരാശ മാറി. എന്തായാലും ഈ കുടുംബം കലക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇനി വരുന്ന ഓണം കഴിയുന്നതിന് മുമ്പ് രാധമ്മയുടെയും വേണുവിന്റെയും ഡൈവേഴ്സ് ഞാൻ നടത്തിയിരിക്കും. വിവാഹമോചനം. എന്താമ്മേ, അച്ഛൻ അയ്യോ എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഒരു പഴഞ്ചൊല്ലുണ്ട്, തൊമ്മൻ അയയുമ്പം ചാണ്ടി മുറുകും, ചാണ്ടി മുറുകുമ്പം തൊമ്മൻ അയയും. അതാ ഇപ്പോഴത്തെ ഇവിടത്തെ അവസ്ഥ. അച്ഛനിങ്ങനെ ഇടഞ്ഞു നിന്ന കല്യാണം നടക്കൂ? ഇടങ്ങി നിൽക്കാനേ നിന്റെ അച്ഛൻ ഉത്സവത്തിന് കൊണ്ടുവന്ന കൊമ്പനാണോ?
ഈ കല്യാണം നടക്കണം. ഇല്ലെങ്കിൽ രമ്യയുടെ കയ്യിൽ നിന്ന് ചില്ലി കാശ് കിട്ടില്ല. അയ്യോ, ഈ ആകാശവാണി തള്ള നിൽക്കണ അറിയാതെ ഞാൻ പറഞ്ഞു പോയി. അത് ശരി. അല്ല, ഈ കല്യാണ കച്ചവടത്തിന് എത്ര രൂപയാ രമ്യ തരാന്ന് ഏറ്റിട്ടുള്ളത്? അയ്യേ, സ്വന്തം അളിയന്റെ കല്യാണം നടത്തി കൊടുക്കാൻ ഞാൻ കമ്മീഷൻ വാങ്ങിക്കോ? അമ്പട പുളുസു, നിന്റെ അമ്മയുടെ 16 അടിയന്തരം നടത്തിയ അതിന് കമ്മീഷൻ വാങ്ങിക്കുന്നവരാ നീ. ഉറങ്ങിക്കിടന്നപ്പോഴേ എന്റെ കാതി കിടന്ന കമ്മൽ ഊരിക്കൊണ്ടുപോയി വിറ്റവനല്ലേടാ നീ. എന്റെ ഭാര്യ നിൽക്കുമ്പോ എന്നെ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ. ചെയ്ത കാര്യം പറഞ്ഞപ്പോ എന്തിനാടാ ദേഷ്യപ്പെടുന്നത്? എല്ലാവരും സൂക്ഷിച്ചാൽ അവരവർക്ക് നല്ലത്. അല്ലെങ്കിലേ കിഡ്നി വരെ ഊരിയെടുത്ത് അവൻ വിറ്റുകളയും. കിഡ്നി എന്താ പൂവുമ്പോഴാണോ ഊരിയെടുത്ത് വിൽക്കാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രമ്യയുടെ ഇന്ന് കമ്മീഷൻ പറ്റിക്കോ, പക്ഷേ അതിന്റെ 33% കമ്മീഷൻ എനിക്ക് തന്നേക്കണം. ദേ കണ്ടോ, എത്ര വഴക്കാണെങ്കിലും സ്വന്തം ഭർത്താവിനോടുള്ള രാധമ്മയുടെ സ്നേഹം കണ്ടോ. ഇതാ മൊശടം വേണുവിന് മനസ്സിലാവൂ. ഇനിയിപ്പൊ അവര് തമ്മിൽ വാക്കേറ്റവും തുടർന്ന് ഷാട്ടാ ഗുസ്തിയും ഉണ്ടാവും. അത് ഉറപ്പാ. വേണുവേട്ടാ, ആഹാരത്തിനോട് വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. ആഹാരം കഴിക്കേ. എനിക്ക് ആഹാരം വേണ്ട. വേണുവേട്ടനോട് ആഹാരം കഴിക്കാനാ ഞാൻ പറഞ്ഞേ. എനിക്ക് വേണ്ടതില്ല പറഞ്ഞു. എടീ, എന്റെ വാക്കിനൊരു വിലയുണ്ട്. അത് പാലിക്കാതെ വന്ന പിന്നെ കെട്ടി തൂങ്ങി ചാവുന്നതാ നല്ലത്. പിന്നെ എന്റെ വാക്കിന് വിലയില്ലേ? നീ അങ്ങനെ കണ്ടവർക്ക് വാക്ക് കൊടുത്തപ്പോ എന്നോടുകൂടി ചോദിക്കണമായിരുന്നു. നിങ്ങൾ വാക്ക് കൊടുത്തപ്പോ എന്നോട് ചോദിച്ചോ? സരസ്വതി അമ്മ ഇവിടെ വന്ന് കാര്യം പറഞ്ഞപ്പോ നീ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വാക്ക് കൊടുത്തത് ഈ കുടുംബത്തിന് ഇക്കാലവും നന്ദിയും കടപ്പാടുമുള്ള മറ്റൊരു കുടുംബത്തിനാണ്. അവിടുത്തെ ഉപ്പും ചോറും തിന്ന ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാവരും ജീവിക്കുന്നതും അങ്ങനെ തന്നെയാ. ഞാൻ രുക്മിണിക്ക് വാക്ക് കൊടുത്തത് എന്റെ തന്നിഷ്ടം നടപ്പാക്കാനല്ല, ശ്രീലക്ഷ്മിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഇവിടെ കിടന്ന് തുള്ളിയാലും രാജു രമ്യയെ കല്യാണം കഴിക്കില്ല. രാജു രമ്യയെ കല്യാണവും കഴിക്കും, രമ്യ എന്റെ മരുമകളായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യും.